ഇന്ന് നിങ്ങൾ ഏത് പാർട്ടിയിലും ആയിക്കോളൂ, നാളെ നിങ്ങൾ ബി.ജെ.പി. ആണ്. ഇവിടെ കോൺഗ്രസിൽ നിന്ന് പോകുന്നത് എങ്ങോട്ടാണ്? ബി.ജെ.പിയിലേക്ക്. CPIM-ൽ നിന്ന് പോകുന്നുവെന്ന് ആരോപിക്കപ്പെടുന്നതും കൂടിക്കാഴ്ചകൾ നടക്കുന്നതും എവിടേക്ക് പോകാനാണ്? ബി.ജെ.പിയിലേക്ക്. അപ്പോൾ കേരളത്തിൽ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകേണ്ട മുഖ്യ സംഘാടകനെ തന്നെയാണ് ബി.ജെ.പി. റാഞ്ചാനായി ആദ്യം ശ്രമിച്ചിരിക്കുന്നത്. ഇ.പി. ജയരാജൻ എന്ന് പറയുന്ന ഇടതുമുന്നണിയുടെ കൺവീനർ അസംതൃപ്തനായി നിൽക്കുകയാണ് എന്നുള്ളത് ആ പാർട്ടി സംവിധാനത്തിനറിയാം, ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് അറിയാം. അപ്പോൾ കേരളത്തിൽ ബി.ജെ.പിയിലേക്ക് വരാൻ ആ പാർട്ടികളിൽപ്പെട്ട നേതാക്കളാണ്. ത്രിപുരയിലും ബംഗാളിലും ഒക്കെ എന്താണോ സംഭവിച്ചത് അത് ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിലും സംഭവിക്കും. ആ സംഭവിക്കുന്നതിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് ഇരു മുന്നണികളിലെയും, അതിൽ കോൺഗ്രസിന്റെ കെ സുധാകരൻ ഇപ്പോഴില്ല എന്നേ പറയുന്നുള്ളൂ, നാളെ പോകില്ല എന്ന് പറയുന്നില്ല. അപ്പോൾ കെ സുധാകരൻ എന്ന് പറയുന്ന KPCC പ്രസിഡന്റ്, മറ്റേത് ഇടതുമുന്നണിയുടെ കൺവീനർ, ആ ബിഗ് ഷോട്ട്സിനെയാണ് നോക്കേണ്ടത്, അല്ലാതെ പിന്നെ ലോക്കൽ സെക്രട്ടറിയാണോ വിളിച്ചുകൊണ്ട് പോകേണ്ടത്? CPIM ഇനിയെങ്കിലും മനസ്സിലാക്കണം, നല്ല നേതാക്കളെ അർഹമായ സ്ഥാനങ്ങൾ കൊടുത്ത് അർഹിക്കുന്ന ഇടത്ത് കൊണ്ടിരുത്തിയില്ലെങ്കിൽ അവരെ മറ്റുള്ളവർ കൊണ്ടുപോകും. ആ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ കൊണ്ടുപോയേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ EPയെ വെടക്കാക്കാൻ നോക്കി, പാർട്ടിക്കുള്ളിലെ എല്ലാം തനിക്കാക്കാൻ നോക്കിയത് ആരാണ് എന്നുള്ളത് കേരളത്തിന് അറിയാൻ താല്പര്യമുണ്ട്. പിന്നെ KK ശൈലജ വടകരയിൽ ജയിക്കുന്നു, മട്ടന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, അവിടെ EP മത്സരിക്കാൻ വരികയാണെങ്കിൽ അത് വെട്ടണം, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ചിന്തകളൊക്കെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണോ ഇതൊക്കെ സംഭവിച്ചത് എന്നും കാലം തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. BJPയും CPIM-ഉം കൂടി അങ്ങ് ഡീലാക്കി കഴിഞ്ഞു എന്നുള്ള മട്ടിലേക്ക് ആ വാദം അങ്ങ് കൊണ്ടുപോവുകയാണ്. അങ്ങനെയൊന്നുമില്ല. തൃശ്ശൂർ എടുക്കാനായിട്ട് BJPക്ക് EP ജയരാജന്റെ ആവശ്യമൊന്നുമില്ല. തൃശ്ശൂർ എടുക്കാൻ സുരേഷ് ഗോപി ഈസ് മോർ ആൻഡ് ഇനഫ്. പിന്നെ എല്ലാവരും BJPയിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പാർട്ടി അതിനെ സ്വാഗതം ചെയ്യുന്നത്. അത് EP ജയരാജൻ എന്നോ K സുധാകരൻ എന്നോ ഒന്നുമില്ല. ഓരോ പാർട്ടിയിലും അസംതൃപ്തരായി നിൽക്കുന്ന നേതാക്കളുമായി മറ്റു പാർട്ടിയിലുള്ളവർ ചർച്ച നടത്തുക എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. ത്രിപുരയിലും ബംഗാളിലും ഒക്കെ കൂട്ടത്തോടെ CPIM പോയതുപോലെ ആയിരിക്കില്ല. ഇവിടെ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും CPIM നേതാക്കൾ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന് മാത്രമല്ല, ഇന്നത്തെ CPIM നാളത്തെ BJP എന്ന നിലയിലേക്കാണ് കേരള രാഷ്ട്രീയം പോകുന്നത്.